ഒരു കൊച്ചു കഥയില്. റെഡി അല്ലേ? ഒരു നാട്ടിലെ ഒരു ഗ്രാമത്തില് വെള്ളപ്പൊക്കം വന്നു. കൃഷിയൊക്കെ നശിച്ചു. കൃഷി കൊണ്ട് ജീവിക്കുന്ന ഒരു ഗ്രാമമാണ്. അതുകൊണ്ട് തന്നെ ദാരിദ്ര്യം വന്നു. ഭയങ്കരമായിട്ട് ദാരിദ്ര്യം വന്നു. അപ്പൊ ദാരിദ്ര്യം വന്നപ്പോ ആ നാട്ടില് ആകെ ഉള്ളൊരു സമ്പന്നൻ മുല്ല നസുദ്ദീൻ എന്ന ഒരാളാണ്. മുല്ല നസുദ്ദീൻ അയാളുടെ നല്ല സ്വത്തും സമ്പത്തും ഉണ്ട്. പക്ഷെ അയാൾക്കൊരു കുഴപ്പമുണ്ട്. അയാൾ ദാനം ചെയ്യില്ല എന്ന് എല്ലാവർക്കും അറിയും. അയാൾ ഇനി ആരൊക്കെ ചോദിച്ചാലും അയാൾ ദാനം ചെയ്യില്ല എന്നുള്ളത് നാട്ടിൽ മുഴുവൻ ഫേമസ് ആണ് ആ കാര്യം. പക്ഷെ നിവൃത്തിയില്ല ആൾക്കാർക്ക്. അത്ര പട്ടിണിയും ദാരിദ്ര്യം ആയതുകൊണ്ട് നിവൃത്തിയില്ല. അപ്പോ ആ ഗ്രാമത്തിലെ ഒരു സ്കൂൾ മാഷിന് തോന്നി, ഒന്ന് ഇയാളുടെ അടുത്ത് പോയി കളയാം. എത്രയും പ്രശ്നത്തിലല്ലേ ഗ്രാമം. അയാൾ തരില്ല, എന്നാലും ഒന്ന് പോയി കളയാം. അങ്ങനെ അവിടെ പുറകിൽ ചർച്ച ചെയ്യുന്ന ആൾക്കാര് ചർച്ച ചെയ്യാൻ വേണ്ടി വന്നാണ് അവിടെ. അങ്ങനെ ഇയാള് മുല്ല നസുദ്ദീന്റെ അടുത്ത് പോയി, ഇങ്ങനെ ഗ്രാമത്തിലെ ആൾക്കാർ പട്ടിണിയിലാണ്, വിഷമത്തിലാണ്, എന്തെങ്കിലും ഒന്ന് തന്ന് സഹായിക്കണം. അപ്പോൾ മുല്ല നസുദ്ദീൻ പറഞ്ഞു, ഞാൻ ആരെയും സഹായിക്കില്ല, നിങ്ങൾക്കറിയില്ലേ, നിങ്ങൾ എന്തിനാ വന്നത്? അപ്പോൾ ഇയാൾ പറയും, ഞാൻ ഒരു മാഷാണെന്ന് അറിയാലോ, ഇത്രയും കഷ്ടപ്പാട് കണ്ടിട്ടാണ് വന്നത്, എന്തെങ്കിലും ഒന്ന് ചെയ്യണം. അപ്പൊ മുല്ല പറയും, നിങ്ങളൊരു മാഷായതുകൊണ്ടും ഇത്രയൊക്കെ നിങ്ങൾ പറഞ്ഞതുകൊണ്ടും ഞാൻ നിങ്ങളെ സഹായിക്കാം. പക്ഷെ ഒരു പരീക്ഷ പാസ്സായാലേ നിങ്ങളെ ഞാൻ സഹായിക്കുള്ളൂ. എന്താണ്? ഒരു പരീക്ഷ പാസ്സായാലേ ഞാൻ നിങ്ങളെ സഹായിക്കുള്ളൂ. അപ്പൊ മാഷ് പറയും, എന്ത് പരീക്ഷയ്ക്കും ഞാൻ തയ്യാറാണ്. അപ്പൊ മുല്ല നസുദ്ദീൻ പറയും, എന്റെ ഈ രണ്ട് കണ്ണിലേക്കൊന്ന് നോക്കി. മാഷിങ്ങനെ സൂക്ഷിച്ചു നോക്കും. ഈ രണ്ട് കണ്ണില് ഒരു കണ്ണ് കൃത്രിമ കണ്ണാണ്. എന്തെന്ന്? ഒരു കണ്ണ് കൃത്രിമ കണ്ണാണ്. ഇതിലേതാണ് കൃത്രിമ കണ്ണെന്ന് നിങ്ങൾ പറഞ്ഞാല് നിങ്ങളെ ഞാൻ സഹായിക്കാം, അല്ലെങ്കിൽ ഞാൻ സഹായിക്കില്ല. മാഷ് പറയും, ഞാൻ പറയാം. കൃത്രിമ കണ്ണ് ഏതാണെന്ന് പറഞ്ഞാൽ സഹായിക്കോ? ഉറപ്പായിട്ട് സഹായിച്ചു. മാഷ് ഇങ്ങനെ നോക്കിയിട്ട് പറയും, വലതുവശത്തെ കണ്ണാണ് കൃത്രിമ കണ്ണെന്ന് പറയും. മുല്ല നസുദ്ദീൻ ഇങ്ങനെ നെറ്റിത്തെറിച്ച് അത്ഭുതത്തോടെ ചോദിക്കും, ഇതിന്റെ ഭാര്യയ്ക്ക് പോലും അറിയില്ല. അത്രയും വില കൂടിയ കണ്ണാണ്, മനസ്സിലാവാത്ത അത്രയും നാച്ചുറൽ ആയിട്ടുള്ള കണ്ണാണ് വലതുവശത്തെ കൃത്രിമ കണ്ണ്. ഇത് കൃത്രിമ കണ്ണാണെന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായെന്ന് ചോദിക്കുമ്പോ മാഷ് പറയാണ്, ആ വലതുവശത്തെ കണ്ണാണല്ലോ കൃത്രിമ കണ്ണ്, ആ കണ്ണിലെ നോക്കിയപ്പോ ഇത്തിരി ദയ തോന്നി, അതുകൊണ്ട് മനസ്സിലാക്കിയ. ഇടതുവശത്തെ കണ്ണിന് ആ ദയയില്ല, കാരണം അത് ഇയാളുടെ കണ്ണാണ്. അങ്ങനെ ദയയില്ലാത്ത ആൾക്കാരുണ്ടല്ലേ? ശരിയല്ലേ? കൊള്ളാലോ, കഥ കൊള്ളാലോ. ഇപ്പോ പറഞ്ഞു വരുന്നത്,